നമസ്കാരം. ഞാൻ എന്തിരിക്കും തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നും പൈപ്പ് മൂടിൽ പോകുമ്പോൾ ലാറ്റക്സിൻ്റെ അവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ മാറി മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ മാറി നല്ല ഒന്നാന്തര ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നല്ലൊരു ലക്ഷറി ഹൗസൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് പ്രോപ്പർട്ടി നോക്കുന്നവർ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ കാണേണ്ട വീഡിയോയാണ്. ഈ കാണുന്ന 13 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഒരു വീടുമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഈ പ്രോപ്പർട്ടിയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിലൂടെ നമുക്ക് ഈ 13 സെൻറ്റിലായിട്ട് ഹോസ്റ്റലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ലൈഫ് ടൈം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. 13 സെൻറ്റ് എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം സ്ക്വയർ പ്ലോട്ട്. ഇതിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. ഏകദേശം 10-12 കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന അതിവിശാലമായിട്ടുള്ളൊരു മുറ്റമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ളൊരു മുറ്റം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഏകദേശം 6.5 സെൻറ്റോളം സ്ഥലം വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 മക്കളാണ് നമുക്ക് ഒരു കോമ്പൗണ്ടിൽ 2 വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 6.5 സെൻറ്റിലും ഈ പ്രോപ്പർട്ടി ഏകദേശം 6.5 സെൻറ്റിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വീടിന് ഏകദേശം 20 വർഷത്തോളമാണ് ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. വീടിന് നമ്മൾ അധികം വില ഇടുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതെടുത്ത് റെൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ഇനി ഒന്നേന്നൊരു റിനോവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഇതിൽ റിനോവേറ്റ് ചെയ്തിട്ടുള്ളൊരു വീട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി. നിലവിൽ ഈ വീട് റെൻ്റ് ഔട്ടൊന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി അടഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്. എന്നിരുന്നാലും നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു വീട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് വന്നിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമിൽ 4 ബെഡ്റൂമുകളാണ് ഇതിൽ സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂംസ് ആയാലും നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ്. അത് ഇന്ത്യൻ ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പഴയ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ്. പൂർണ്ണമായും ചുടുകല്ലും മണലും തേക്കും തടിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ്. ഒരു ബാത്റൂം സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം മീഡിയം ടൈപ്പ് ഒരു ബാത്റൂം ആണ് കൊടുത്തത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏകദേശം ഡൈനിങ് സ്പേസിന്റെ ഒരു പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചൺ. ഇന്റീരിയലൊന്നും അധികം ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ഇറങ്ങുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ. അത് നമുക്ക് രണ്ടാമത് സെപ്പറേറ്റ് ചെയ്തൊരു വർക്ക് ഏരിയ ആയതുകൊണ്ട് നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഈ സൈഡിലേക്കും അതുപോലെ തന്നെ കോമൺ ആയിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലേക്ക് നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് പുറത്തിറങ്ങാനുള്ള വാതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വീടെടുത്ത് 2 ഫ്ലോറായിട്ടൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഏകദേശം ഈ റെൻ്റ് ഔട്ട് ചെയ്യാൻ എന്ന രീതിയിൽ തന്നെ ഇവിടെ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലത്തെ കണ്ട ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറും ഇതും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഫ്ലോറായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. ഈ വാതിൽ തുറന്നാൽ ഓൾറെഡി ഞാൻ അത് കാണിച്ചു തരാം. അവിടെ നിന്ന് പുറത്ത് നിന്ന് നമുക്ക് സ്റ്റെയർ കയറി വരാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള സൈസാണ്. ഇന്നത്തെ മോഡേൺ രീതിയിലൊക്കെ എങ്ങനെ വേണോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു മോഡേണാണ്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് മെയിൻ്റെനൻസ് എന്നുള്ള യാതൊരുവിധ ടെൻഷനും വേണ്ട. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ബാൽക്കണി ഏരിയ കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് സിറ്റ് ഔട്ട് ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലൊക്കേഷൻ്റെ ഒരു ആംബിയൻസ് അറിയാൻ പറ്റും. നല്ല പ്രീമിയം ഏരിയ ആണ് കേട്ടോ. മുകളിലത്തെ ഫുള്ള് രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും ബെഡ്റൂം സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള, ഇത് ബെഡ്റൂമായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കിച്ചണായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ 2 പാർട്ടിക്കായിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്നെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. നമുക്ക് ഈ സൈഡിലേക്ക് ഒരു സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ കിച്ചണായിട്ടാണ് അവർ ഓൾമോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോ ആയിട്ട് കൊടുക്കാനുള്ള പ്രൊവിഷനും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റെൻ്റ് ഔട്ടൊക്കെ ചെയ്യാൻ 2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടി ഇങ്ങനെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആവും. നമുക്ക് ഈ സ്റ്റെയർ കേഴ്സ് വഴി നമുക്ക് പുറത്ത് നിന്ന് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം 2 പാർട്ടി കൊടുത്താൽ നമുക്ക് അവർക്ക് ഏകദേശം ഓരോ പാർട്ടിക്കും 3 കാർ വെച്ചുണ്ടെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ചു തരാൻ കേട്ടോ. ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് റെൻ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഫ്യൂച്ചറിൽ 2 വീട് വെച്ച് നമുക്ക് താമസിക്കാനോ അല്ലെങ്കിൽ വലിയ വീടൊക്കെ വെച്ച് ഒരു ഹെവി സൈസ് വീടൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെ വെച്ച് താമസിക്കാനും പറ്റുന്നവർക്കും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ഒന്നാന്തരം BTL കരഭൂമിയായിട്ടുള്ള പ്രവർത്തനം. ഇത് കൺവെർട്ട് ലാൻഡ് അല്ല, ഓൾറെഡി ഇത് പുരയിടമായിട്ടുള്ള പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ സൈഡിലേക്ക് കൃഷി ചെയ്യാനുള്ള ആവശ്യത്തിലേറെ സ്ഥലങ്ങളുണ്ട്. ഏകദേശം 2-3 തെങ്ങ്, പ്ലാവ്, വാഴ, അതുപോലെ തന്നെ എല്ലാ
ഫലവൃക്ഷ തൈകളും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം മണ്ണുള്ള സിറ്റിക്കകത്ത് നല്ല പച്ചപ്പുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പം ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് നമുക്ക് ഇത്തരം പ്രോപ്പർട്ടികൾ വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇത്രയും ലാൻഡ് ഏരിയ കൂടുതലായിട്ടുള്ളതും അല്ലെങ്കിൽ ഇത്രയും നല്ല പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ മാറിയൊക്കെ നമുക്ക് വളരെ റെയർ ആയിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി ഇത്തരത്തിൽ പ്രോപ്പർട്ടികൾ കിട്ടാനായിട്ട് വളരെ പാടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ശ്രമിക്കുക. 13 സെൻറ്റിലായിട്ട് 1500 സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഏകദേശം 20 വർഷത്തോളം പഴക്കമുള്ള വീടും കൂടി ചേർത്ത് ടോട്ടൽ കോസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് 1,69,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റീൽസ് ബേസ്ഡ് വീഡിയോ ആണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ശ്രമിക്കുക.